ഒന്ന്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. 2. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. 3. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ബാലഗംഗാധര തിലകൻ. 4. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഉത്തരം 1857. 5. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അരുണ ആസഫ് അലി. 6. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം സൂര്യാസൻ. 7. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ ആര്? മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ ആര്? ഉത്തരം വില്യം ലോഗൻ കമ്മീഷൻ. 8. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഉത്തരം 1931-32 കാലഘട്ടത്തിൽ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931-32 കാലഘട്ടത്തിൽ. 9. കുണ്ടറ വിളംബരം നടന്ന വർഷം. ഉത്തരം 1809 ജനുവരി 11. 10. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. ഉത്തരം 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്നാണ് 1932 കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ് 1809 ജനുവരി 11. 11. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. 12. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഉത്തരം അയ്യങ്കാളി. 13. വേദാധികാര നിരൂപണം രചിച്ചത് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. 14. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. 15. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1950 ജനുവരി 26. 16. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 2002 86ാമത് ഭേദഗതിയിലൂടെയാണ് 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. 17. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഭാഗം 4A. 18. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ഇന്ത്യ. 19. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്. 20. നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഉത്തരം ഓം ബിർള. 21. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായിരുന്ന മലയാളി ആര്? ഉത്തരം V.P. മേനോൻ. 22. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം V.P. മേനോൻ. V.P. മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം V.P. മേനോൻ. 23. 1961 വരെ പോർട്ടുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏത്? 1961 വരെ പോർട്ടുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ഉത്തരം ഗോവ.
24 ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണത്തിന്റെ ശില്പി ആര്? ഉത്തരം വിക്രം സാരാഭായ്. 25 ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ഉത്തരം റഷ്യ. 26 സുസ്ഥിര വികസനം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? സുസ്ഥിര വികസനം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? ഉത്തരം 12ാം പഞ്ചവത്സര പദ്ധതി. 27 റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏത്? റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏത്? ഉത്തരം സേഫ് കേരള. 28 ചാന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണദൂരെ. എന്നാൽ ചാന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആര്? ഉത്തരം ഡോക്ടർ വി വീരമുത്തുവേൽ. ചാന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണദൂരെ. എന്നാൽ ചാന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആര്? ഉത്തരം ഡോക്ടർ പി വീരമുത്തുവേൽ. 29 മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? ഉത്തരം വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. 30 ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരം ആനമലയിൽ നിന്ന്. ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്ന്. 31 മാമാങ്കം നടക്കുന്നത് ഏതു പുഴയുടെ തീരത്ത് വെച്ചാണ്? മാമാങ്കം നടക്കുന്നത് ഏതു പുഴയുടെ തീരത്ത് വെച്ചാണ്? ഉത്തരം ഭാരതപ്പുഴ. 32 നിള എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ ഏതാണ്? നിള എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. 33 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏത്? 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ജീവിതം ഒരു പെൻഡുലം. 34 ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായി ആചരിക്കുന്നു? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായിട്ട് ആചരിക്കുന്നു? ഉത്തരം ചെറുധാന്യ വർഷം. 35 നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. 36 ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊല്ലം. 37 കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. 38 കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ. 39 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ഉത്തരം mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം, അതായത് വൈസ്മാൻ എന്നിവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്? വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം 2023 ലഭിച്ചത് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. ആരൊക്കെയാണത്? ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. 40 ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് എന്ന്? ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1978. 41 കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം എന്നാണ് നിലവിൽ വന്നത്? 1978 കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളമാണ്. 42 കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ഉത്തരം പോത്തുകൽ. 43
43 തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏത്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായലാണ് വേമ്പനാട്ടു കായൽ. വേമ്പനാട്ടു കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. 44 ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. 45 ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി, അതായത് 2024 കേട്ടോ. 2024 ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി 2024 2023 സംശയമാണ് കേട്ടോ, നമുക്ക് പറഞ്ഞത്. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കാലാവസ്ഥാ വ്യതിയാനം. 46 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന കർത്തവ്യങ്ങളുടെ എണ്ണം. ഉത്തരം 11. 47 കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം തിരൂർ, ബോംബെ. 48 UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ്? UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങൾ എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. 49 INA-യുമായി ബന്ധപ്പെട്ട ജേതാക്കൾ ആരെല്ലാം? INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും. 50 അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം ഡി. അതിൻ്റെ വിറ്റാമിൻ ആണ് ജീവകം ഡി. അത് കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണ രോഗം. 45ാമത്തെ ക്വസ്റ്റ്യന് നമ്മളൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് 2024 കേട്ടോ. 2023 കേട്ടോ. 2023 ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്.